ഹായ്, സംഗീത എന്നാണ് എൻ്റെ പേര്. ഇവിടെ നെട്ടൂരാ താമസം. ഞാൻ ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ, ചെയറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കാലൊന്ന് സ്ലിപ്പായി മടങ്ങിയതാണ്. അപ്പം അന്ന് നീരൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ രാത്രി ആയതുകൊണ്ട് ഡോക്ടറെ കണ്ടില്ല. നെക്സ്റ്റ് ഡേ ആണ് ലേക്ക് ഷോറിൽ വന്ന് അഡ്മിറ്റ് ആവുന്നത്. അപ്പം ആദ്യം എക്സ്റേ എടുത്തു. എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ട് CT MRIയിൽ എടുത്തതാണ്. ACL ആൻഡ് മെനിസ്കസ് ടയറും ഉണ്ട്, കാർട്ടിലേജിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞത്. ആൻഡ് അവർ സർജറി സജസ്റ്റ് ചെയ്തു. നമുക്ക് പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു വെരി നെക്സ്റ്റ് ഡേ ഒരു ദിവസം കഴിഞ്ഞ് ACLൻ്റെയും മെനിസ്കസിൻ്റെയും സർജറി ചെയ്തു. പിന്നെ കാർട്ടിലേജ് ഇഷ്യൂവിന് ACI ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേറെന്തോ താഴേന്ന് ഒരു സെല്ലെടുത്ത് പൂനെയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇംപ്ലാന്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ. സോ സർജറി ചെയ്ത് ആ സെല്ലെടുത്തു, പൂനെക്ക് അയച്ചു എന്ന് പറഞ്ഞു അന്ന് തന്നെ. പിന്നെ ആഫ്റ്റർ 6 വീക്സ് പിന്നെയും അഡ്മിറ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതിൻ്റെ സെക്കൻഡ് സർജറി ഇപ്പം കഴിഞ്ഞു. ഇപ്പം ആസ് ഓഫ് നൗ ഐ എം ഗുഡ്. വേദനയൊക്കെ കുറഞ്ഞു. എവറിത്തിങ് ഇസ് ഫൈൻ. ആൻഡ് ഡോക്ടേഴ്സ് പറഞ്ഞു ACL ആൻഡ് മെനിസ്കസ് നല്ലപോലെ ഹീലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ ഹോപ്പ്ഫുള്ളി ദ സെക്കൻഡ് വൺ ഓൾസോ ഗെറ്റ്സ് ബെറ്റർ. പിന്നെ ഡോക്ടേഴ്സ് ആർ നൈസ് ആക്ച്വലി. അവർ പറയുന്നത് അതേപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ശരിയാവും. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പറഞ്ഞു തന്നു, എല്ലാം ക്ലിയർ ആക്കി തന്നു. ഡൗട്ട്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരും. ഏത് സമയം ആയാലും അപ്രോച്ച് ചെയ്യാൻ പറ്റി. എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ജോർജ് ജേക്കബ് ആണ്. പുള്ളിയും ഭയങ്കര അപ്രോച്ചബിളാണ്. നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. കൂടുതൽ ഇവിടുത്തെ നേഴ്സും എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു, സംസാരിച്ചു, അന്നത്തെ പ്രഷറൊക്കെ കുറച്ചു. സോ താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ സംഗീത ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം ഒരു 2 വർഷം മുമ്പേ സംഗീതയ്ക്ക് ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അവർ നോർമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം പെട്ടെന്ന് ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിട്ട് നമ്മൾ OPDയിൽ വന്ന് കണ്ടപ്പം നമ്മൾ MRI ചെയ്തപ്പം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഒരു വലിയ മെനിസ്കസ് ടയർ ഉണ്ടായിരുന്നു. അപ്പം നീ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഒട്ടും സ്റ്റെബിലിറ്റി ആയിരുന്നു മുട്ടിൻ്റെ അകത്ത്. ബിക്കോസ് ACL ലിഗമെൻറ്റും ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ സർജറിക്ക് പ്ലാൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ ACL റീകൺസ്ട്രക്ഷനും വലിയ ആ മീഡിയൽ മെനിസ്കസ് റിപ്പയറും നമ്മൾ സൂച്ചർ ചെയ്ത് റിപ്പയർ ചെയ്തു. ആ സമയത്ത് നമ്മൾ ഓൾറെഡി MRIയിൽ കണ്ടായിരുന്നു ഒരു കാർട്ടിലേജ് ഇഞ്ചുറി ഉണ്ടായിരുന്നു സംഗീതയുടെ മുട്ടിൽ. അതിപ്പോൾ ഈ 2 വർഷത്തിനിടയിൽ ഈ ACL പോയി കഴിഞ്ഞാൽ നടന്നതായിരുന്നായിരിക്കും. അപ്പം നമ്മൾ സംഗീതയുടെ ഫാമിലിയും സംഗീതയോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു അഡീഷണൽ പ്രൊസീജിയറും ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരിക്കും. ഓട്ടോലോഗസ് കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ അതിൻ്റെ പേര്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ കുറച്ച് കാർട്ടിലേജ് എടുത്തിട്ട് നമ്മൾ ലാബിൽ വിട്ടിട്ട് അത് നമ്മൾ ഗ്രോ ചെയ്യും. ആ സെൽസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് 6 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ആ സെൽസ് തിരിച്ച് ആ ഡിഫക്റ്റ് ഉള്ള കാർട്ടിലേജ് ഇഞ്ചുറി ഉള്ള സ്ഥലത്ത് നമ്മൾ അത് ഡെലിവർ ചെയ്യും. അപ്പോൾ 6 ആഴ്ച കഴിഞ്ഞ് സംഗീത ആക്ച്വലി തിരിച്ച് വന്നു. നമ്മൾ ആ സെൽസ് ആ ഡിഫക്റ്റിൻ്റെ അകത്തോട്ട് തിരിച്ച് നമ്മൾ കൊടുത്തു സംഗീതയുടെ മുട്ടിൻ്റെ അകത്തോട്ട്. എന്നിട്ട് അതിങ്ങനെ വളർന്ന് സംഗീതയുടെ സ്വന്തം കാർട്ടിലേജ് പോലെ അത് ഫില്ല് ചെയ്ത് സംഗീതയ്ക്ക് ഒരു പുതിയ ജോയിൻറ്റ് സർഫസ് പോലെ അത് റീജനറേറ്റ് ചെയ്ത് വരും. അതിൻ്റെ കൂടെ നമ്മൾ ആ 6 ആഴ്ച മുമ്പ് ചെയ്ത ACL റീകൺസ്ട്രക്ഷനും ആ മീഡിയൽ മെനിസ്കസ് റിപ്പയർ നമുക്ക് കാണാൻ പറ്റി സ്കോപ്പിൽ കൂടെ. അതും നമുക്ക് നല്ലൊരു എൻകറേജിങ് സിറ്റുവേഷൻ ആയിരുന്നു ഈ ഹ്യൂമൻ ബോഡി ഹീൽ ചെയ്യുന്ന കാണാനായിട്ട്. അത് സംഗീത നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് നമ്മളത് കണ്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പടങ്ങളൊക്കെ എടുത്തു. അപ്പം നമുക്ക് നല്ല എവിഡൻസ് ഉണ്ട് നമ്മുടെ ഈ ആർത്രോസ്കോപ്പിക് സർജറിക്ക് നല്ലൊരു ഹീലിംഗ് റേറ്റും ഉണ്ട്. ഹ്യൂമൻ ബോഡിയെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്താൽ അതിന് നല്ലൊരു റെസ്പോൺസ് വരും. സോ സംഗീതയ്ക്ക് വി വിഷ് എ ഗുഡ് ലക്ക് ആൻഡ് ഹോപ്പ്ഫുള്ളി നീ തിരിച്ച് ഡാൻസിങ്ങിലേക്ക് സംഗീതയ്ക്ക് പോകാൻ പറ്റും.